സോമാലിയൻ തീരത്ത് ലൈബീരിയൻ കപ്പൽ റാഞ്ചിയതിന് പിന്നാലെ അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു നാവികസേന. സംശയാസ്പദമായ കപ്പലുകൾ നിരീക്ഷണത്തിലാക്കി. ഇന്നലെ നാവികസേന മോചിപ്പിച്ച കപ്പൽ ബഹ്റൈൻ തീരത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഇന്നലെ ഇന്ത്യൻ നാവികസേന എത്തിയതോടെ കടൽ കൊള്ളക്കാർ ചെറുത്തു നിൽക്കാതെ പിന്മാറുകയായിരുന്നു. ദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. രക്ഷപ്പെട്ട കപ്പൽ ജീവനക്കാരുടെ പ്രതികരണവും 24-ന് ലഭിച്ചിട്ടുണ്ട്. കാണാം. 24 घंटे से बंद है। इंडियन नेवी आने आके हम लोग को थोड़ा राहत मिला है और इंडियन नेवी आई एम प्राउड ऑफ भारत माता के भारत माता के भारत माता के. നിതിൻ അംബുജൻ നമ്മളോടൊപ്പം ഉണ്ട് വിവരങ്ങളുമായി. നിതിൻ, നാവികസേന രംഗത്തിറങ്ങിയതോടുകൂടി വളരെ വേഗം തന്നെ ഈ കടൽ കൊള്ളക്കാരിൽ നിന്ന് കപ്പലെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഇന്ത്യക്കാരുടെ സന്തോഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 15 ഇന്ത്യക്കാരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും നാവികസേന നിരീക്ഷണം നടത്തുന്നുണ്ട്. അവിടെ ഈ പൈറേറ്റ്സിന്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടല്ലോ. നമുക്ക് എന്തൊക്കെയാണ് പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? ഇവർ സുരക്ഷിതരല്ലേ? ഈ കപ്പൽ ഇപ്പോൾ ബഹ്റൈനിലേക്ക് അടുക്കുന്നു, തീരത്തേക്ക് അടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്നലെ സൊമാലിയൻ തീരത്ത് നടന്നത് നാവികസേനയുടെ ഒരു ചരിത്ര ദൗത്യമാണ്. കാരണം 24 മണിക്കൂർ ഈ റാഞ്ചിയ കപ്പൽ നാവികസേന നിരീക്ഷിച്ചായിരുന്നു. പിന്നീട് ഇന്നലെ വൈകിട്ട് 3:15 തന്നെ സൊമാലിയൻ തീരത്ത് ഇന്ത്യൻ നാവികസേന എത്തിയത്. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ചെന്നൈ അവിടെ എത്തുകയും പിന്നീട് കമാൻഡോസ് ഈ കപ്പലിൽ പ്രവേശിക്കുകയും അതിനുശേഷം അവിടെ ദൗത്യം പൂർത്തിയാക്കുകയായിരുന്നു. അതേസമയം തന്നെ ഈ കപ്പൽ നാവികസേനയുടെ INS ചെന്നൈ കപ്പൽ എത്തിയ ഉടനെ തന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് നാവികസേന കമാൻഡോകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ താക്കീതിൽ കടൽ കൊള്ളക്കാർ ഭയന്ന് പിന്മാറി എന്നാണ് ഇപ്പോൾ നാവികസേന ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നാവികസേന പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് നാവികസേന ഇപ്പോൾ ആ മേഖലയിലുള്ള സംശയാസ്പദമായ കപ്പലുകളെല്ലാം നിരീക്ഷിച്ചു വരുന്നു, അന്വേഷണം നടത്തി വരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കപ്പലിലെ പവർ സപ്ലൈ അടക്കം ഇപ്പോൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. അതിനുശേഷമാകും MV ലീല എന്ന ലൈബീരിയൻ കപ്പൽ അത് ബഹ്റൈൻ തീരത്തേക്ക് പോവുക. അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടർന്നു വരികയാണ്. മാത്രമല്ല യുദ്ധക്കപ്പലിന്റെ അകമ്പടിയോടുകൂടിയായിരിക്കും ബഹ്റൈൻ തീരത്തേക്ക് ഈ കപ്പൽ പോവുകയെന്നാണ് ഇപ്പോൾ നാവികസേന അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അറബിക്കടലിൽ കേന്ദ്രീകരിച്ചപ്പോൾ നിരീക്ഷണം ശക്തമാക്കാനാണ് നാവികസേനയുടെ തീരുമാനം. 4 യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്, നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ കടൽ കൊള്ളക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നാവികസേന മേധാവിയും അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ നാവികസേന പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഈ ദൗത്യം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഏറ്റുമുട്ടലിലേക്ക് കടക്കാതെ നാവികസേനയുടെ താക്കീതിൽ ഈ കടൽ കൊള്ളക്കാർ പിന്മാറിയെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അതോടൊപ്പം ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരുടെ പ്രതികരണം 24 ലഭിച്ചു. അവർ വ്യക്തമാക്കുന്നത് 24 മണിക്കൂർ നേരം ഈ കപ്പലിനകത്ത് ഈ കടൽ കൊള്ളക്കാർ കപ്പൽ റാഞ്ചുകയായിരുന്നു. അതിനുശേഷം നാവികസേന എത്തിയ ശേഷമാണ് ഒരു ആശ്വാസം ഉണ്ടായതെന്നാണ് ഇപ്പോൾ കപ്പലിലെ ജീവനക്കാരടക്കം അറിയിക്കുന്നത്. കപ്പലിൽ 21 ജീവനക്കാരുണ്ടായിരുന്നു, അതിൽ 15 പേർ ഇന്ത്യക്കാരാണ്. എന്തായാലും ഒരു ചരിത്ര ദൗത്യമാണ് ഇന്നലെ നാവികസേനയുടെ ഭാഗത്തും ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ അറബിക്കടൽ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കുന്ന നടപടി തുടർന്നു വരികയാണ്. നിതിൻ അംബുജൻ ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.